ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട മനസ്സിൻ്റെ 4 മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം, അതായത് തൃശ്ശൂർ മണ്ണോത്തി കാർഷിക സർവകലാശാല ഒരു നീണ്ട ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഇനം തെങ്ങിൻ തൈ രൂപപ്പെടുത്തിയെടുത്തു. ഇതിൻ്റെ പ്രത്യേകത മറ്റ് തൈകളേക്കാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ല പരസ്യം കൊടുത്തു, നല്ല ഡിമാൻഡാണ്. അപ്പം വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം വായിക്കും. തെങ്ങിൻ്റെ കൊലയിൽ നിറച്ചും തേങ്ങളുണ്ടാവും. ഇങ്ങനെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് പരസ്യം കൊടുത്തപ്പോൾ ഇതറിഞ്ഞ ഒരു കർഷകൻ ഇവരുടെ അടുക്കൽ ചെന്നു. ഈ തെങ്ങിൻ തൈയുടെ ഗുണഗണത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് വിവരിച്ച് പറഞ്ഞു. അപ്പോൾ ആ കർഷകന് ഇതിനോട് വളരെ ആഗ്രഹമായി. അയാൾ 10 തെങ്ങിൻ തൈ വാങ്ങിച്ചുകൊണ്ട് പോയി അയാളുടെ പറമ്പിൽ ഏറ്റവും നല്ല സ്ഥലത്ത് ഈ 10 തെങ്ങിൻ തൈകൾ വെച്ചിട്ട് അയാൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് വളർത്തി. ഇപ്പം 1.5 വർഷം കഴിഞ്ഞു, പക്ഷേ തേങ്ങ ഉണ്ടായി തുടങ്ങിയില്ല. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല. വളർന്നുന്നുണ്ട്, പക്ഷേ തേങ്ങ ഉണ്ടാകുന്നില്ല. വീണ്ടും ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ തെങ്ങിൻ തൈ ഇപ്പോൾ 3 വർഷമായി. എന്നിട്ട് കായ്ച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള കായൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് തെങ്ങിൻ തൈ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ സർവകലാശാലയിൽ ഇതിൻ്റെ പഠനം നടത്തി ആ വ്യക്തികൾ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവകലാശാലയിൽ ഈ തെങ്ങിൻ തൈ വിറ്റ സ്ഥലത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ നിന്ന് പുതുതായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ആ തെങ്ങിൻ തൈ 10 വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങൾ എനിക്ക് ഉറപ്പ് പറഞ്ഞത് 1.5 വർഷത്തിനുള്ളിൽ തെങ്ങിൻ തൈ കായ്ക്കുമെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ 3 വർഷം കാത്തിരുന്നു. പറഞ്ഞതിൻ്റെ ഇരട്ടിയായിട്ടും തെങ്ങ് ചൊട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കായ്ഫലമൊന്നും തെങ്ങിന് കാണാനില്ല. ഇപ്പം ഈ കർഷകനോട് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തെങ്ങിൻ തൈ നട്ട സ്ഥലത്തിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ ആ തെങ്ങ് നട്ട സ്ഥലത്തേക്ക് വരാം. അവിടുന്ന് നട്ട ആ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് വരണം. ഇപ്പം ഇവരുടെ പണിക്കാർ പോയി ചേട്ടൻ നട്ടതായ ആ തെങ്ങ് കണ്ടു. പക്ഷേ ചേട്ടൻ പറഞ്ഞു, ശരിയാണ്, 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം ഉണ്ടാകേണ്ടത് ഇപ്പം 3 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കായ്ഫലമൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി ഈ കാർഷിക ഗവേഷണശാലയിൽ ഈ മണ്ണ് പരിശോധിക്കുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധിച്ചപ്പോൾ അവരുടെ തെങ്ങിൻ തൈ നല്ല തെങ്ങിൻ തൈയാണ്. പക്ഷേ നന്നായിട്ട് ഈ കർഷകൻ ഇതിന് നോക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ തെങ്ങ് നട്ടതായ സ്ഥലത്തിന്, ആ സ്ഥലത്തിലെ മണ്ണിന് പല വിധത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള മണ്ണല്ല. ആ മണ്ണിലെ പല വിധത്തിൽ ഈ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്നതായ ഗണങ്ങൾ, ധാതുഗണങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഘടകങ്ങൾ വേണ്ട അതിനകത്തില്ല. അപ്പം മണ്ണിൻ്റെ പ്രശ്നമാണ്. തെങ്ങിൻ തൈ നല്ല ഗുണമാണെങ്കിലും കാര്യമായ കായ്ഫലം ഉണ്ടാകാത്തതിൻ്റെയും കൃത്യസമയത്ത് കായ്ക്കാത്തതിൻ്റെല്ലാം കാരണം എന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പം കർഷകരോട് പറഞ്ഞു, ഞങ്ങളുടെ തെങ്ങിൻ തൈയുടെ കുഴപ്പമല്ല, താങ്കളുടെ ആ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. ആ സ്ഥലം
ഈ തെങ്ങിൻ തൈ ഇതിൻ്റെ ഗുണത്തിനനുസരിച്ച് ഫലപ്പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റിയതായ മണ്ണല്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു വിതക്കാരൻ്റെ ഉപമ, അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ ആ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു. 8-ാമത്തെ വചനത്തിൽ ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ വിത്തുകൾ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചു. ഇത് കേട്ടെ, നല്ല നിലത്ത് വീണതായ വിത്തുകൾ എല്ലാം 100 മേനി ഫലം പുറപ്പെടുവിച്ചില്ല. നല്ല നിലത്ത് വീണതായ വിത്തുകളിൽ ചിലത് 60-ഉം ചിലത് 30-ഉം എന്ന് പറഞ്ഞാൽ നല്ല നിലത്ത് വീണിട്ട് പോലും അതിൻ്റെ ഫലം വന്നപ്പോഴേക്കും, നെല്ല് കൊയ്യാനായിട്ട് വന്നപ്പോഴേക്കും 30 മേനിയെ കിട്ടിയുള്ളൂ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നെൽവിത്തിൻ്റെ കുഴപ്പമല്ല, ആ വീണതായ മണ്ണിൻ്റെ കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, അതായത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു അധ്യാപകൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഒരു വിഷയം ഒരേപോലെ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാകുന്ന വിധത്തിൽ, ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ ക്ലാസ്സിലെ കുട്ടികളിൽ ആ വിഷയത്തിന് പരീക്ഷ ഇട്ട് കഴിയുമ്പോൾ ചിലർ മുഴുവൻ മാർക്ക് വാങ്ങിക്കും, ചിലർ അതിൽ നിന്ന് മുകളിൽ താഴേക്ക് വരും, ചിലർക്ക് കാര്യമായിട്ട് മാർക്കൊന്നും കിട്ടിയില്ല. ഒരേ വിഷയം ഒരേ അധ്യാപകൻ ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നു, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കാനും മാർക്ക് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാനും സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വളർച്ചയിൽ 4 കാലഘട്ടങ്ങളുണ്ട്. ഈ 4 കാലഘട്ടത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ, കുറവ് സംഭവിച്ചാൽ, അപാകത സംഭവിച്ചാൽ, പരാജയം സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ, ഇതെല്ലാം എവിടെ ബാധിക്കും? സ്വഭാവത്തിൽ ബാധിക്കും. ഈ സ്വഭാവത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിനെയാണ് സ്വഭാവത്തിൻ്റെ വൈകല്യം എന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വഭാവത്തിൻ്റെ വൈകല്യം എന്താണെന്നറിഞ്ഞാൽ ആ വൈകല്യം മാറ്റാൻ അതിന് ഇടയായി തീർന്നത് ഏത് കാലഘട്ടത്തിലെ മുറിവാണോ ആ മുറിവ് സുഖം പ്രാപിക്കണം. അതായത് 18 മാസം കൊണ്ട് കായ്ക്കേണ്ട തെങ്ങ് 3 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കായുണ്ടായില്ല. തെങ്ങിൻ്റെ കുഴപ്പമല്ല, വിത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് അത് നട്ട സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. ആ സ്ഥലത്തിന് ഈ തെങ്ങിന് അതിൻ്റെ ഗുണം പോലെ ഫലം പുറപ്പെടുവിക്കുവാൻ ആവശ്യമായിട്ടുള്ള വളർച്ച നൽകുന്ന മണ്ണായിരുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനെ 4 കാലഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഈ 4 കാലഘട്ടത്തിൽ എവിടെയാണോ എൻ്റെ മനസ്സ് മുറിവേറ്റത് അതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞിട്ട്, കർത്താവേ, എൻ്റെ ഈ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സ് മുറിവേറ്റിട്ടുണ്ട്, ആ മുറിവേറ്റ തലങ്ങളിലേക്ക് അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അങ്ങ് അയക്കണം. അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അങ്ങ് അയക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിനേറ്റ മുറിവിനെ സുഖപ്പെടുത്തും.